പീപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നത് കുറുവ ദ്വീപിലാണ്, വയനാട് മാനന്തവാടി പാൽവെളിച്ചെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുറുവ ദ്വീപ്. നിലവിൽ നമ്മൾ പോകുന്ന സമയത്ത് ദ്വീപിലോട്ടേക്ക് ആളെ കടത്തിവിടുന്നുണ്ടായിട്ടില്ല. ഈ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഒരു ചങ്ങാടത്തിലാണ് ദ്വീപിലോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. വലിയ മുളേൻ്റെ ചങ്ങാടത്തിലാണ് ദ്വീപിലോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതും തിരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാംബു റാഫ്റ്റിംഗ് ആണ്. ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഐസ്ക്രീം ഷോപ്പും ജ്യൂസ് ഷോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാംബു റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. ലൈഫ് ജാക്കറ്റൊന്നും ഇടാതെ ഇവർ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ തന്നെ വിടുന്നുണ്ടായിട്ടില്ല. അതൊക്കെ നല്ലൊരു കാര്യമാണ്. നമ്മളങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബാംബു റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് 2 പേർക്ക് 200 രൂപ, 400 രൂപക്ക് 5 പേർക്ക് കയറാം. പിന്നെ 10 വയസ്സിൽ ചോടിയുള്ള കുട്ടികൾക്ക് ടിക്കറ്റൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ കയറി യാത്ര ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് ആണ്. അതായത് ഒരു അവർ റൗണ്ട് അടിച്ചിട്ട് വരും, അത്ര തന്നെ. ഈ കുറുവ ദ്വീപിൽ ആകെയുള്ളൊരു ഐറ്റമാണ് ഈ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടാണ് പോകുന്നത്. വയനാട് വരുന്ന കുറേ ആൾക്കാർ കുറുവ ദ്വീപ് വന്നിട്ടാണ് മടങ്ങാറുള്ളത്. ഈ പങ്കായം കൊണ്ടൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ തുഴയുന്ന പോലെ ആക്കുന്നതാണ്. മുകളിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ആ നമ്മളെ ചങ്ങാടത്തിലുള്ള ചേട്ടൻ കയറിൽ പിടിച്ചിട്ടാണ് ഈ ചങ്ങാടം നീങ്ങുന്നത്. അല്ലാണ്ട് നമ്മൾ തുഴയുന്നതുകൊണ്ട് നീങ്ങുന്നതൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറുവ ദ്വീപിൻ്റെ ഈ ഒരു പരിസരത്ത് ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഞാൻ പണ്ട് കുറേ വർഷം മുന്നേ വരുമ്പോഴും ഈ ബാംബു റാഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പം വരുന്ന സമയത്തും ബാംബു റാഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ദ്വീപിലോട്ട് കടത്തി വിടുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ദ്വീപിലോട്ടും കടത്തി വിടുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമലിൻ്റെ ഒക്കെ അറ്റാക്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. റൗണ്ട് അടിച്ചിട്ട് ദ്വീപിൻ്റെ അവിടെ പോയിട്ട് നമ്മളെ ചങ്ങാടത്തിലുള്ള ചേട്ടന്മാർ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ചേട്ടനെടുത്ത് തന്ന വീഡിയോ ആണ് ഇപ്പം കാണുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം കുറുവ ദ്വീപിലോട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച് കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതാണ്. വേറെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു മരത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ ഒന്ന് തല ചെറുതായിട്ട് കുനിച്ചു കൊടുക്കണം. ആ ഒരു അഡ്വഞ്ചർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറുവ ദ്വീപിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.